ഈ കട്ടൻ കട്ടിയിലേക്കും പറയാ ഞങ്ങൾ ബാലക്കാരാണ് നല്ല സൂപ്പർ ബാലകളാ ഈ കട്ടൻ കട്ടിയിലേക്കും പറയാ പിന്നെ തുടങ്ങണ്ടേ? ചെക്ക് ചെയ്തു. എന്നിട്ടോ ചുമ്മാ വന്ന് സാരി മാറിയിട്ട് കുരുത്തോലിട്ടു, രാധ വന്നിട്ട് ചുരിദാർ മാറിയിട്ട് സാരി ഉടുത്തു, പിന്നെ ശാന്തനെ കണ്ടില്ല, അവരുടെ ഉടുതുണിയും കണ്ടില്ല. മെനക്കെട്ടവനെ നടികളെ തുണിമാലെടുത്ത് ഊട്ടിയിട്ട് നോക്കി ചെക്ക് ചെയ്യുന്ന കാര്യമാണോ പറഞ്ഞത്? പിന്നെ എടാ ബാല തുടങ്ങാനുള്ള സംഭവങ്ങളൊക്കെ ഓക്കെയാണോ? അത് ചെക്ക് ചെയ്തോന്നാ ചോദിച്ചത്. അതൊക്കെ ഓക്കെയാണ്. ആശാന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ? രാവണന്റെ 6 തല എടുത്തിട്ടുള്ളൂ, ബാക്കി എടുക്കാൻ മറന്നുപോയി. ആറ് അത് കളിക്കളുടെ തലക്കൂടെ കൂട്ടി എഴുതലില്ലാവും. ഇനി 3 തലക്കൂടെ പോകും. എവിടെ പോകും? ഐഡിയ. ആ ബ്രഹ്മാവിന്റെ 3 നില അവിടെ വെറുതെ ഇരിപ്പുണ്ട്. അതെടുത്ത് എന്റെ രോഗമൊക്കെ പറഞ്ഞു വന്നിട്ട് ഈ രാവണന്റെ തലയുടെ വിടവിൽ കയറ്റി വെച്ചോളൂ, ആരും കണ്ടുപിടിക്കത്തില്ല. എടമനി, നീ ബാലൻ എത്ര വേഷം ചെയ്യുന്നുണ്ട്? അതാർക്കും അറിയാൻ പാടില്ലാത്ത 2 വേഷം. ഇന്റർവെല്ലിന് മുമ്പ് രാജഗുരു, ഇന്റർവെല്ലിന് കഴിഞ്ഞിട്ട് നരസിംഹം. എന്നാ പറ, ഈ നരസിംഹ ഇരിക്കേണ്ട തൂണേതാ? മെനകെട്ടോനെ നരസിംഹ ഇരിക്കുന്ന സെൻട്രിൽ കാണുന്ന വലിയ തൂണ്. കഴിഞ്ഞ സ്റ്റേജിൽ നരസിംഹത്തിന്റെ വേഷം കിട്ടിയവൻ തൂണ് മാറി ഇരുന്നിട്ട് ഇവരെ തപ്പി നടന്ന 9 തൂണാ ഞാൻ കുത്തിക്കേറി കളഞ്ഞത്. ആശാനെ ഞാനിപ്പോ നമ്മുടെ മേക്കപ്പ് റൂമിലേക്ക് ചെന്നപ്പോണ്ടല്ലോ, നമ്മുടെ കിരീട കുറിച്ച് പെട്ടിയില്ലേ, അതിന്റെ മേളിൽ ഒരു പാമ്പ് പത്തി കൊടുത്തേക്കണം ആശാനെ. എന്നിട്ടോ തല്ലിട്ടോ ഞാൻ കടലിലേക്ക് വലിച്ചെടുന്നു. കിരീടത്തിന്റെ പുറത്തിരുന്ന പാമ്പിന് ഒരൊറ്റ കെട്ടിയം വെച്ച് ഇടാതെ ശിവന്റെ കട്ടിലാണ് പ്ലാസ്റ്റിക് പാമ്പായിരുന്നു. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു നീർക്കോലിനെങ്കിലും പിടിച്ചിട്ട് വന്നോ? ആശാൻ എന്തിനാ ചേർത്തല അമ്പലത്തിൽ ബുക്ക് ചെയ്ത് നമ്മുടെ ബാല ക്യാൻസൽ ചെയ്തത്? എടാ അതിന് കാരണമുണ്ട്. എന്ത് കാരണം? എടാ നോട്ടീസ് അച്ചടിച്ച് വെച്ചിരുന്നുണ്ട്, ബാലയ്ക്ക് ശേഷം വലിയ കുരുതി ഉണ്ട്, ഉമ്മാ കൊണ്ട് തലവെച്ച് കൊടുക്കേണ്ട വായ്പുണ്ടോ? എല്ലാ ട്രൂപ്പിനും ഒരു ദിവസം 2 പരിപാടി വേണം. ആശാൻ നമ്മുടെ ട്രൂപ്പിന് 2 പരിപാടി പിടിക്കാത്തത്? ഇവിടെ 2 പരിപാടി പിടിച്ച് ആര് പോയി കളിക്കൂടാ? നമ്മൾ കളിക്കും. നമ്മളെ കളിക്കും. ഇവിടെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞ് പല വഴി ഓടുന്ന നമ്മള് എപ്പോ ഒത്തുകൊണ്ടിട്ടാണ് 2ാമത്തെ പരിപാടി കളിക്കുന്നത്? എന്താണ് ചന്ദേ? ആശാന്റെ ക്ലിപ്പ് കണ്ടോ? തലയെ കുത്താൻ വേണ്ടി ഒരു 3-4 ക്ലിപ്പ് കൊണ്ടുവച്ചാ ഇപ്പൊ ഒറ്റ എണ്ണം കാണാനില്ല. ആശാനെ ഇങ്ങനെയാണെങ്കിൽ അടുത്ത പരിപാടി പോകുന്നത് ഞാൻ വരില്ല കേട്ടോ. എന്താണ് ഈ കാര്യം പറ. നിങ്ങൾ കറക്റ്റ് കണ്ടാൻ വേണ്ടി ഒരു ബംഗാളിയെ കൊണ്ടുവന്നിട്ടില്ലേ? ഞാൻ ഡ്രസ് മാറിക്കൊണ്ടത് മകൻ ഒളിഞ്ഞു നോക്കിയിരുന്നേ. ഇനി അത് നീ എന്തിനാ വെള്ളം ഉണ്ടാക്കുന്നത്? നീ മലയാളി, അവൻ ബംഗാളി അല്ലേ? ഒരു മലയാളം അറിയത്തില്ലല്ലോ. മലയാളം അല്ലേ അറിയില്ലാത്തോളൂ, കണ്ണു കാണാലോ. തങ്കച്ച എല്ലാ സ്റ്റേജിലും നീ ഡയലോഗ് തെറ്റി. നീ ഡയലോഗ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ? അത് ഞാൻ തട്ടേ പറഞ്ഞോളാം. അതിന്റെ സ്റ്റേജിൽ കമ്മിറ്റിക്കാർ താടിക്കിട്ട് തട്ടിട്ട് കാണാത്ത അക്ഷരം ഇണ്ടാത്തവരാ ഡയലോഗ് പറയണം. അല്ലേ വേണ്ട? നീ പേര് അസുരൻ. അസുരനാ നീ വേഷം കാണാൻ പറയാൻ സുഹൃത്തെ. നീ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് പറയണം. എന്നാണോ ദൃഷ്ടാന്ത ദ്രോണാസുരൻ. ഇപ്പം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എന്നാ പിന്നെ പണി അസുരന്റെ വേഷം നീ ഇണങ്ങി 2 മാസം റിഹേഴ്സൽ ഇട്ടിട്ട് രാജഗുരുവിന്റെ വേഷം ഇപ്പോഴും തെറ്റിച്ചോണ്ടിരിക്കണവനെ. എന്റെ പൊന്നോ, ഞാൻ ചെയ്തോളാം. അതൊക്കെ എന്റെ കയ്യിൽ നിന്ന് പോവാണ്. നീ ഇട്ട് തന്നാ മതി, ഞാൻ പിടിച്ച് കേറിക്കോളാം. ആശാനെ പരിപാടി കഴിഞ്ഞു പോകുമ്പോ എന്റെ വണ്ടിയുടെ സൈഡ് സീറ്റിൽ ഇരുത്തണം കേട്ടോ. അതെന്തിനാണ്? ഇല്ലെങ്കിൽ ഞാൻ ഛർദ്ദിക്കൂന്നേ. തങ്കച്ച തിരിച്ചു പോകുമ്പോ നീ ഇരിക്കുന്ന സൈഡ് സീറ്റ് അവളെ ഇരുത്തണം കേട്ടോ. ഞാൻ സൈഡ് സീറ്റിൽ ഇരിക്കോളൂ. എനിക്ക് ഈ മരമൊക്കെ ഇങ്ങനെ പുറകോട്ട് ഓടിപ്പോണ കാണും. എടാ മെനക്കെട്ടവനെ അന്ന് മരം പുറകോട്ട് ഓടിപ്പോണതല്ല, വണ്ടി മുന്നോട്ട് ഓടി പോകുന്നു. എന്നാ നിന്റെ സൈഡ് സീറ്റ് അവളെ ഇരുത്തി. സോറി, എനിക്ക് മുറുക്കി തുപ്പാനുള്ളതാണ്. എന്നാ ഒരു കാര്യം ചെയ്യും ശാന്തേ, ഇനി മുതൽ നീ എന്റെ സൈഡ് സീറ്റ് ഇരുന്നു. അപ്പൊ അവള് ഛർദ്ദിക്കുന്നുള്ള കാര്യത്തിൽ തീരുമാനം. ആശാനെ എന്നാ പിന്നെ സമയം കളയാതെ ബാലയൊക്കെ തുടങ്ങിയാലോ? തുടങ്ങിയേക്കാം. ബെല്ല് കൊടുത്തു. വെല്ലു കൊടുത്തല്ലോ. എന്നിട്ട് ഞങ്ങൾ കേട്ടില്ലല്ലോ. അതെങ്ങനെ കേൾക്കാനാ? വെല്ലു കൊടുത്തിട്ടില്ലേ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചത്? എന്നാ പിന്നെ തിരികെ തിരിച്ച് പരിപാടി തുടങ്ങാം. ഞാൻ സ്ക്രിപ്റ്റിന്റെ തന്നെ തിരികെ എടുത്തത്. ഇന്നാ ശരി. എന്റെ പൊന്നു മക്കളെ, തട്ട് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റേജാണ്. മനസ്സുരുക്കി പ്രാർത്ഥിച്ചോണം. ശരി, കത്തിച്ചു. നമ്മുടെ 25ാമത്തെ സ്റ്റേജാണ്. കഴിഞ്ഞ 24 സ്റ്റേജിൽ നമ്മൾ പോയി. ഇന്ന് ഓടും. ഇന്ന് ഓടുമ്പോൾ ദൈവത്തെ ഓർത്താലും പടിഞ്ഞോട്ട് ഓടിയതില്ല. അതെന്നെ ആശാനെ? എടാ പടിഞ്ഞാപ്പുറം കടലല്ലേ ഈ അസുരൻ. ഞാൻ ദൈവത്തിനാണെന്ന് കടലറിയാൻ പറ്റില്ല, ഉപ്പൊണ്ണം പിടിച്ച് ചത്തുപോകും. പിന്നെ പരിപാടിയെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദൈവ ചോദിച്ചോളൂ. ആശാനെ എനിക്കൊരു സംശയമുണ്ട്. എന്താണ്? ഇന്റർവെൽ കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് സീൻ എപ്പോഴാണ്? ആ മെനക്കെട്ടവനെ ആദ്യം ഇത് എങ്ങനെയെങ്കിലും ഇന്റർവെൽ വരെ എത്തി, എന്നിട്ടല്ലേ ഇന്റർവെൽ കഴിഞ്ഞിട്ടുള്ളത്. ആശാനെ ഞാൻ കേറി വരുമ്പോഴേ ആ റെഡ് ബൾബിന് എടുത്ത് നിൽക്കണം, ബ്ലൂ ബൾബിന് എടുത്ത് നിൽക്കണം. നീ ഒരു പണി, നീ കേറി വന്ന വഴിയാ റെഡ് ബൾബ്, അല്ലെങ്കിൽ വേണം നീ ആ ബ്ലൂ ബൾബ്. എടാ നീയല്ലേ കേറി വന്നു, ഏതെങ്കിലും ബൾബിന്റെ പറ്റത്ത് നിൽക്കണം. ആശാനെ ഇന്ന് ബാലയുടെ അനൗൺസ്മെന്റ് ഞാൻ ചെയ്താലോ? കേട്ടോ, അനൗൺസ്മെന്റ് അവൻ ചെയ്യാന്ന്. എന്റെ തങ്കച്ച നിന്റെ സൗണ്ടിന് ബാസ് ഉണ്ടോ? ഉണ്ടല്ലോ. നീ ഒന്ന് ഹലോ എന്ന് പറഞ്ഞ മൈക്ക് വഴി. ഹലോ
എന്റെ പൊന്നു തങ്കച്ച ചിരിപ്പിക്കല്ലേ. നീ അപ്പുറത്തെങ്ങനെ പോയി ഡയലോഗ് പഠിക്കാൻ നോക്കും. അതൊക്കെ ഞാൻ പഠിച്ചോളാം. അഥവാ മറന്നു പോവാണെങ്കിൽ ഒന്ന് ഇട്ട് തന്നാൽ മതി, ഞാൻ പിടിച്ച് കേറിക്കോളാം. ചന്ദൻ, ആശാന്റെ കണ്ണൊന്ന് പിടിക്കുന്നില്ല. ഞാൻ നോട്ടീസ് നോക്കി മാറ്റമെന്ന് പറഞ്ഞ് ആശാൻ അനൗൺസ്മെന്റ് ചെയ്തിട്ട്. ശരി ആശാനെ. തൃപ്രങ്കോട്ട് ശ്രീ ശത്രുഘ്ന ക്ഷേത്രത്തിലെ ഉത്രം സ്കന്ദ ഷഷ്ടി മഹോത്സവം ആണല്ലേ? ആ തങ്കച്ചനെയാണ് പിഴയ്ക്ക് വിടുകയും ചെയ്തില്ല. തങ്കച്ച മോനെ ഒന്ന് വന്നടാ. എന്നാ സാർ? നീ ഹലോ എന്നൊന്ന് പറഞ്ഞടാ. ഹലോ. അയ്യോ, എന്നാ ബേസാണ് ഇവന്റെ സൗണ്ടിന്. അപ്പൊ ആശാനില്ല ആദ്യം പറഞ്ഞ എന്റെ സൗണ്ടിൽ ബേസ് ഇല്ലെന്ന്. ഞാൻ ടെൻഷനെ പുറത്ത് പറഞ്ഞില്ല. ഇന്ന് നീ ആയിരിക്കും അനൗൺസ്മെന്റ് ചെയ്യുന്നു. ആണോ? ആശാൻ എന്നെ അനുഗ്രഹിക്കണം. എപ്പോഴേ? ഹലോ ഹലോ ഹലോ. അതൊക്കെ ഞാൻ ചെയ്തടാ. സെക്രട്ടറി സ്ഥാനം ഞാൻ രാജിവെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഈ അമ്പലത്തിന്റെ പേര് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അത് വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? പ്രിയമുള്ള കലാശ്രീകളെ, കൂത്താട്ടുകുളം അമ്മണി തിയേറ്റർ അവതരിപ്പിക്കുന്ന പുണ്യപുരാതന നൃത്ത വിസ്മയം ആരംഭിക്കുന്നു. ദേവേന്ദ്ര, നിനക്കൊരു വെല്ലുവിളി. ബാലെ ആരംഭിക്കുന്നു. കഥാസാരം. ഇന്നാശാന്റെ കഥാസാരം. പ്രിയപ്പെട്ട ശാന്തി, നാളെ 5 മണിക്ക് പാർക്കിൽ വരണം. ആ മെനകെട്ട ആശാൻ യാതൊരു കാരണവശാലും അറിയില്ല. ഇത് മാറിപ്പോയി. ഇപ്പൊ നാളിപ്പോയി. ഇന്നാശാന്റെ ഒറിജിനൽ കഥാസാരം. പ്രിയമുള്ളവരെ, ഒറിജിനൽ കഥാസാരം. ഹസ്തിനപുരിയിലേക്ക് ഇപ്പോഴത്തെ മഹാരാജാവാണ് പാണ്ഡ്യ മഹാരാജ. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ് കുന്തിദേവി. ഇവർക്ക് പഞ്ചപാണ്ഡവർ എന്ന പേരിൽ 5 മക്കൾ. അവരിൽ ഒന്നാമനാണ് യുധിഷ്ഠിരൻ. പുരാണത്തിലാണ് സുധീഷ്. അവൻ തന്നെ. രണ്ടാമൻ ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. ഇവരിൽ ഏറ്റവും ഇളയവനാണ് ഹനുമാൻ. ഹനുമാൻ തന്റെ മാതാവായ കുന്തിദേവിയുടെ ആഗ്രഹം പ്രകാരം പരിപാലിതനെ ലങ്കയിലേക്ക് പറക്കുന്നു. ലങ്കാതിർത്തിയിൽ വെച്ച് ഹനുമാനെ യൂദാസ് 30 വെള്ളിക്കാശ് കിട്ടുന്നു. ഈ വിവരം ഹനുമാൻ തന്റെ ജ്യേഷ്ഠൻ രാവണനെ വൈരിൽ വിളിച്ചറിയിക്കും. തുടർന്ന് നടന്ന അതിഘോരമായ ദേവാസുര യുദ്ധത്തിൽ അസുരനെ കുരിശിന് തറക്കുന്നു. അയാവിയെ കുട്ടൂസൻ കുപ്പിക്കകത്താക്കുന്നു. സൂത്രങ്ങൾക്കിന്റെ സൂത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല. കമ്മറ്റിക്കാർ ഇതുവരെ കട്ടൻ കാപ്പി എത്തിച്ചിട്ടില്ല. തുടർന്ന് കാണുക. ആശാനെ കഥാസാരം തെറ്റി. ആരെ തെറ്റുന്നു? പിന്നെ കഥാസാരം പോയി തിരികെ കയറാം. ഞാനിവിടെ നിൽപ്പുണ്ടല്ലോ, പിന്നെ തന്നെ ആരിവിടെ എന്ന് ചോദിക്കുന്നേ? ഡയലോഗ് പറഞ്ഞാണ് തെണ്ടി. ആരെവിടെ? ദേവലോക നർത്തക രംഭയോട് നമ്മെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. അല്ല പ്രഭു, എപ്പോഴും ഈ മുഖം തന്നെ കാണാൻ ഒരു മുഷിപ്പുമില്ലേ? ദേവഗുരു പറയുമ്പോൾ മുഖമെന്ന് പറയുമെങ്കിലും നോക്കുമ്പോൾ മൊത്തത്തിൽ ഓടിച്ചൊന്ന് നോക്കും. ദിവസമായി രംഭയെ ഇന്ദ്രസദസ്സിലേക്ക് കണ്ടതേയില്ല. ഞാനൊരു തപസ്സിലെത്താൻ പോയതായിരുന്നു ഇന്ദ്രദേവ. ഇളകിയോ? ഈ രംഭ വിചാരിച്ചാൽ ഏതിളകാത്തതും ഇളകും. അല്ലെങ്കിൽ നീ ഒരു അളക്കാരിയാണെന്ന് പൊതുവെ പറഞ്ഞില്ലുണ്ട്. രാജഗുരു, എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. പിന്നെ നീ ഞൊട്ടും ഞൊട്ടാനിങ്ങോട്ട് വാ. എന്റെ പാദത്തിന്റെ ചൂട് നിങ്ങൾ അറിയും. ഈ പാദത്തിന്റെ ചൂടറിയാതിരിക്കാനാ ഈ താടി. ആ താടിക്ക് ഞാൻ തീ കൊടുത്തു. ആ തീ കൊടുക്കാൻ നീ കേട്ടോ? ഞാനൊന്ന് പോടോ. നീ പോടി അവിടെ നിന്ന്. ദേവഗുരുവും രംഭയും കൂടി ഈ ദേവലോകം ഒരു 4 സെന്റ് കോണിലെ പൈപ്പിന്റെ ചൂടാക്കി മാറ്റരുത്. ഇന്ദ്രദേവ, ആശാനെ, അവന്റെ ചിരി കണ്ടോ? അവനെ തകർക്കുന്ന തോന്നുന്നേ. ഇന്ദ്രദേവ, ആരാണ് നീ? ഞാനാ. പിന്നെ ഞാനാണ്. പേര് പറയണ. കൈ നിട്ടുക, പിടിച്ചു കയറട്ടെ. പേരാണോ കൈ നിട്ട് തന്നെ ഓർത്ത് പറയണം. പറയണ. എന്നെ നിങ്ങൾക്കറിയില്ലേ? കൂടലും തുരുമ്പിലുമുണ്ട് ഞാൻ. ചതലായിരിക്കും. അസുര, നിന്റെ പേര് പറ. പേരെ പിടിക്കില്ലേ, അത് വിട്. ഇവിടെ പേര് പറയാതെ എങ്ങനെയാ മുന്നോട്ട് വന്ന് പേര് പറയടാ തെണ്ടി. എന്റെ നാമം അറിയണമല്ലേ? എങ്കിൽ കേട്ടോളൂ. എന്റെ അടുത്ത വരവിന് ഞാൻ ആരാണെന്ന് അറിയിച്ചു തരുന്നതായിരിക്കും ദേവേന്ദ്ര. അറിയിച്ചു തരുന്നതായിരിക്കും. അവൻ ഡയലോഗ് പറയാതെ പോയണം.
വന്നു. ഇവളിപ്പോഴല്ല വരണ്ടത്. രംഭ എന്താണ് അസമയത്ത് ഈ ദേവലോകത്ത്? അപ്പൊ ഞാൻ ഇപ്പോഴല്ലേ വരേണ്ടത്? അല്ലെങ്കിൽ പോത്തെ. ഓ പ്രഭു, എന്തായാലും രംഭ വന്ന സ്ഥിതിക്ക് ഒരു നൃത്തം കൽപ്പിച്ചിട്ട് വിട്ടാ പോലെ. ദേവഗുരുവേ, ആ പൂജ അങ്ങ് മനസ്സിൽ വെച്ചാ മതി. അല്ലെങ്കിൽ ഞാൻ ഇവളുമായിട്ട് ചേർത്തില്ല. അണ്ട പോയെ. ഈശ്വര, ഈ ദേവലോകത്തിന്റെ പോക്കിത് എങ്ങോട്ടാ? ചിലർ സമയത്ത് വരുന്നു, ചിലർ സമയം തെറ്റി വരുന്നു. ഇന്ദ്രദേവ, ആരാണ് നീ? ഇനി പേര് പറയണം. ഞാൻ ആരാണെന്ന് ഈ കുറിമാനം പറയും. എഴുതിക്കൊണ്ട് വന്നേക്കോ എന്നോട് തെറ്റി. അസുരൻ അതിബുദ്ധിമാൻ തന്നെ. അപ്പോൾ ഇതാണല്ലേ നിന്റെ പേര്? പ്രഭു ഉറക്കെ വായിക്കും. ഈ അസുരന്റെ നാമം എല്ലാവരും കേൾക്കട്ടെ. കൂട്ടത്തിൽ നിന്നിട്ട് പണിതരോ അല്ലടി. എന്തൊക്കെ പേരറിയണമെന്ന് നിർബന്ധമാണോ? അറിയണം പ്രഭു, അറിയണം. എങ്കിൽ രംഭ തന്നെ ഉറക്കെ വായിക്കൂ, എല്ലാവരും കേൾക്കട്ടെ. അല്ലെങ്കിൽ തന്നെ ഒരു പേരിൽ എന്തിരിക്കുന്നു പ്രഭു? അങ്ങനെ പേരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് അസുരൻ വന്ന കാര്യം പറയൂ. ഞാൻ വന്നത് വെല്ലുവിളിക്കാൻ. വില്ലു വളക്കാൻ? അത് വളഞ്ഞല്ലേ ഇരിക്കുന്നേ. വളക്കാനല്ല വിളിക്കാൻ. എങ്കിൽ വിളിച്ചോളൂ, വിളിച്ചോളൂ. പേടിയാണോ? ഇടാ കുന്തമണിക്ക് പോലെ നിൽക്കാതെ വെല്ലുവിളിക്കണം. മറന്നുപോയി കൈ നിട്ടുതാ പിടിച്ചു കേറട്ടെ. വെല്ലുവിളി എങ്ങനെയാ? കൈ നിട്ട് തന്നെ, കൈ നിട്ട് കളിക്കണം. കമ്മിറ്റിക്കാരൻ സ്റ്റേജില് മതി, നിങ്ങളുടെ ബാല അങ്ങ് നിർത്തിക്കോ. അയ്യോ, ബാലം തീർന്നിട്ടില്ല. എന്റെ തകർപ്പൻ പെർഫോമൻസ് പറയാൻ പോകുന്നതേ ഉള്ളൂ. നീ മിണ്ടരുത്. നീ ഒറ്റ ഒറ്റ ഈ ബാല തകർത്തത്. അതിന് ഞാൻ എന്നാ ചെയ്തെന്നാ? നീ മൊത്തം മറന്നുപോയില്ലടാ. അത് പിന്നെ ഇവരൊന്നും ഇട്ട് തന്നാണെങ്കിൽ ഞാൻ പിടിച്ചു കയറിയേനെ. അപ്പൊ ഇട്ട് തന്ന നീ പിടിച്ചു കയറും. ഇട്ട് തന്നാ ഞാൻ പിടിച്ചു കയറും. എന്നാ പിന്നെ ഇട്ട് തരാടാ. നിനക്ക് ആവശ്യത്തിന് ഇട്ട് തന്നിട്ടുണ്ട്. പിടിച്ചു കയറാൻ പറ്റുമെങ്കിൽ കയറിക്കും. ആശാനെ, എന്നെ ആശുപത്രി കൊണ്ടുപോ ആശാനെ. നല്ല സൂപ്പർ ബാലകനാ ഈ കത്തരും കയ്യടിയോടുണ്ട്. ഓക്കെ, നമുക്കൊരു വെറൈറ്റി ഡാൻസ് ഉണ്ടാകാം. ഡാൻസ് ആണോ? ഓക്കെ, വെറൈറ്റി ഡാൻസ് ആണ്.